ചിലത് കാണുമ്പോണ്ടല്ലോ ലൈഫിലോട്ടൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഓരോ ദിവസം ഓരോന്ന് നമ്മൾ കാണുമ്പോൾ ഞാൻ ഇന്ന് കണ്ട ഒരു കാര്യമുണ്ട്. എന്തെന്നല്ല, ഞാൻ ഒരുപാട് നാളായിട്ട് കാണുന്നതാണ്. അത്രയും പ്രായമായ ആൾക്കാർ, അല്ലെങ്കിൽ എന്താ പറയുക, വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കേണ്ട അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കേണ്ട ആൾക്കാർ പോലും പുറത്തു പോയിട്ട് നല്ലപോലെ അധ്വാനിച്ച് വെയിലും ചൂടും എന്താ പറയുക എല്ലാം സഹിച്ചിട്ട് അവരെന്ത് ചെയ്യാണ് പുറത്തു പോയിട്ട് പണിയെടുക്കാൻ. എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം തോന്നാറുണ്ട്. കാരണം പഠിച്ചോനെ, നമ്മക്ക് തന്നെ ഇപ്പത്തെ ചൂടും സഹിക്കാനാകുന്നില്ല, വെയിലും സഹിക്കാനാകുന്നില്ല, ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പം എൻ്റെ അവസ്ഥയാണ് എനിക്ക് നല്ലപോലെ അറിയാം. ഒന്ന് കടന്നു കഴിഞ്ഞാൽ ഞാനൊക്കെ കിട്ട ടൈമിൽ ഞാനൊക്കെ ഉറങ്ങാണ് ചെയ്യുക. ഉറങ്ങിയിട്ട് ഒരു പെരിയിലോട്ട് ഞാൻ നടന്നാൽ മതി, അല്ല ജസ്റ്റ് ഒന്ന് വിട്ട് നിൽക്കില്ല. എനിക്കൊക്കെ ഒടുക്കത്തെ ക്ഷീണമായിരിക്കും. കോളേജിലൊക്കെ പോയി വരുമ്പോഴത്തേക്കാണ് അതിൻ്റെ ചത്ത ശവം പോലെ ഉണ്ടാകുക, അത്രക്ക് ക്ഷീണവും കാര്യങ്ങളൊക്കെ. അപ്പം ഈ പ്രായമായ ആൾക്കാർ പുറത്തു പോയിട്ട് പണിയെടുത്തിട്ട് അധ്വാനിച്ചിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ, ഞാനൊക്കെ വിചാരിക്കും മാഷാ അല്ലാഹ്, ഇവർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട്. അവരെ മറ്റുള്ളവർക്ക്, സ്വന്തം മക്കൾക്കായിക്കോട്ടെ അല്ല ബാക്കിയുള്ളവർക്ക് അവരെ കൊണ്ടൊരു ബുദ്ധിമുട്ട് ഉണ്ടാകരുതെന്ന് വിചാരിച്ചിട്ടാണ് അവരെന്താ ചെയ്യുക, അത്രയും ഏജ്ഡ് ആയിട്ടും അവർ പണിയൊക്കെ ചെയ്യുന്നുണ്ടാവുക. അവരുടെ കാര്യം അവർ തന്നെ നോക്കാം, മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്നൊക്കെ വെച്ചിട്ട്. പക്ഷെ നിങ്ങളെ പാരൻസ് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്കൊക്കെ നല്ല ജോലി ഉണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യുക, പെരക്കിരുത്താൻ വേണ്ടി ശ്രമിക്കുക. പുറത്തേക്ക് പോകണ്ടെന്ന് പറയാം. നമുക്ക് നോക്കാൻ നല്ല ആഫിയത്ത് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റുവാണെങ്കിൽ അവരൊക്കെ പുറത്തു പോയിട്ട് പണിയെടുപ്പിക്കുന്നതിനെക്കാട്ടി ഏറ്റവും ബെറ്റർ പ്രായമായ മനുഷ്യന്മാരല്ലേ, ഉള്ളത് കൊണ്ട് ഗുണം പോലെ അങ്ങ് കഴിയാന്ന് വിചാരിച്ചിട്ട് അവരെയും പെരക്കി എടുത്തിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, പൊന്നു പോലെ നോക്കാം. ഒരുപാട് കാലം, അല്ലെങ്കിൽ നമ്മൾക്കൊരു ബുദ്ധി വരുന്നത് വരെ, അല്ലെങ്കിൽ നമ്മളൊരു ഏജാകുന്നത് വരെ അവർ നമ്മളെ നോക്കിയില്ലേ. ഇനിയുള്ള ലൈഫ് എന്ത് ചെയ്യുക, നമ്മൾ അല്ലെങ്കിൽ അവരെ നമ്മളെന്ത് ചെയ്യുക, നല്ലപോലെ നോക്കുക. ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മൾ ഭൂമിയിലേക്ക് എന്തെന്നാണ് ഈ ചെയ്തതെന്ന് പഠിച്ചോളം ചോദിക്കുമെന്ന സമയത്ത് നമുക്കൊന്നും ഉണ്ടാവില്ല പറയാനേ. സോ നമ്മളെ ചുറ്റിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. സോ ബി കെയർഫുൾ. താങ്ക് യു.